ഹായ് സർ. ഹായ് നിമി. നമ്മൾ എനിക്ക് തോന്നുന്നു ഒരു 18 വർഷമായിട്ട് പരിചയമുണ്ട് അല്ലേ? ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന ആ കാലഘട്ടം തൊട്ട് എനിക്ക് സാറിനെ അറിയാം. അപ്പോൾ ഞാൻ ബിൽഡേഴ്സിലുള്ളപ്പോഴും സാർ അബാദി തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു 21 വർഷമായിട്ട് സാർ ഇപ്പോഴും അബാദി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതെ, കഴിഞ്ഞ 21 വർഷമായിട്ട് അബാദി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ നിങ്ങളുടെ ഏറ്റവും പ്രീമിയം പ്രൊജക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുണ്ടന്നൂർ ജംഗ്ഷനിലുള്ള നമ്മുടെ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എൻ്റെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്നത് അബാദ് എന്ന് പറയുന്ന ഒത്തിരി വേർട്ടിക്കൽസ് ഉള്ളൊരു കമ്പനിയാണ് അല്ലേ? ഭയങ്കര ലെഗസി ഉള്ളൊരു കമ്പനിയാണ്. നമുക്ക് കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു ബിൽഡർ സെഗ്മെന്റ് ആയിരിക്കും കൂടുതൽ അറിയത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് വേർട്ടിക്കൽസ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്ലോഗിൽ വരുന്നത്. അപ്പോൾ അബാദ് ഗ്രൂപ്പ് നമ്മുടെ ഒരു ബ്ലോഗിൽ വരാമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അപ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു നമ്മൾ പ്രോജക്റ്റിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ നമ്മുടെ ഈ അബാദ് ഗ്രൂപ്പ് എന്താണ്, എത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, എന്തൊക്കെ വേർട്ടിക്കൽസാണ് നമുക്കുള്ളത്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? താങ്ക് യു. അബാദ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1931 1931 അബാദ് ഫിഷറീസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഞങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ അബാദ് ഫിഷറീസ് ആണ് ശരിക്കും. അബാദ് ഫിഷറീസിൽ സ്റ്റാർട്ട് ചെയ്യണം. അബാദ് ഫിഷറീസിന് തന്നെ കുറേ വെർട്ടിക്കൽസ് ഉണ്ട്. ഇപ്പം പബ്ലിക് അറിയുന്ന വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പുറത്ത് അറിയുന്നത് ബ്രില്ലർ എന്ന് പറഞ്ഞ ബ്രാൻഡായിരിക്കും കൂടുതൽ അറിയുന്നത്, അല്ലെങ്കിൽ സീ സ്പാർക്കിൾ എന്നായിരിക്കും പുറത്ത് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ബ്രാൻഡിൽ കൂടുതൽ അബാദ് എക്സ്പോർട്സ് ആ ഒരു വിങ്ങിലാണ് അബാദ് സീ ഫുഡ്സ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് വെർട്ടിക്കലാണ് അബാദ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ്. അറൌണ്ട് 16 ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ആയിട്ട് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അത് നല്ലൊരു എക്സ്പാൻഷൻ്റെ മോഡലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അബാദ് ഹോട്ടൽസ്. മിക്കവാറും ആളുകൾ അറിയുന്നത് MG റോഡിലെ അബാദ് പ്ലാസ ഫെമിലിയർ ആണ്. എല്ലാ സെലിബ്രിറ്റി സെഗ്മെന്റിൽ നല്ല ഫെമിലിയർ ആയിട്ടുള്ളൊരു ഹോട്ടലാണത്. ആൻഡ് അബാദ് ബിൽഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1995 1995 സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറൌണ്ട് 31 ഇയേഴ്സ് ആണ് ഞങ്ങൾ മാർക്കറ്റിൽ വന്നിട്ട്. ആൻഡ് അറൌണ്ട് 48 പ്രൊജക്ട്സോളം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത് ഇതുവരെ. കറന്റ്ലി നമുക്കൊരു 6 പ്രൊജക്ട്സ് ഓൺ ഗോയിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇതാണ് അബാദ് ബിൽഡേഴ്സിന്റെ ഒരു അബാദ് ഗ്രൂപ്പിന്റെ ഒരു ജേർണി. ശരിക്കും പറഞ്ഞാൽ അത്രയും വർഷത്തെ ഒരു ലെഗസി ഉള്ള ഒരു ഗ്രൂപ്പാണ് അല്ലേ? നമ്മളിപ്പോ ഈ ഫീൽഡിലായതുകൊണ്ട് നമുക്ക് കൂടുതൽ അറിയുന്നത് ബിൽഡർ സെഗ്മെന്റ് മാത്രമാണ്. പിന്നെ അതുപോലെ തന്നെ സീ ഫുഡ് നമ്മളിങ്ങനെ പല മേജർ നമ്മുടെ സൂപ്പർ മാർക്കറ്റ്സിലും കാണാറുണ്ട്. അപ്പൊ അങ്ങനെയും അറിയാം. പക്ഷെ ഈ ഹോട്ടൽസും എനിക്ക് തോന്നുന്നു മൂന്നാറൊക്കെ നമുക്ക് റിസോർട്ട്സും എല്ലാം മൂന്നാറുണ്ട്, തേക്കടിയിലുണ്ട്, കുമരകത്തുണ്ട്, ദെൻ വയനാടുണ്ട്, ദെൻ നമുക്ക് ട്രിവാൻഡ്രത്തുണ്ട്, ഫോർട്ട് കൊച്ചിയിലുണ്ട്. സോ അക്രോസ് എറണാകുളത്ത് തന്നെ 3 ഉണ്ട് നമുക്ക്. ആൻഡ് ഫോർട്ട് കൊച്ചി ഭാഗത്ത് 3 പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഹോട്ടൽസും നല്ല എക്സ്പാൻഷനിലാണ് ശരിക്കും. റീസെന്റ് നമ്മളിപ്പോൾ ഇവിടെ നാട്ടികയിൽ ഒരു ആയുർവേദിക് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരെണ്ണം വാഗമണിൽ ഇപ്പോൾ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അവരും നല്ലൊരു എക്സ്പാൻഷൻ മോഡിൽ പോയിക്കൊണ്ടിരിക്കും. പ്ലസ് അബാദ് ബിൽഡേഴ്സിന്റെ കൂടെയാണ് നമുക്ക് ഓരോ ഡിവിഷനും അതിന്റെ സബ്സിഡറി വിങ്സ് ഉണ്ട്. ഇപ്പോൾ അബാദ് ബിൽഡേഴ്സിന്റെ സബ്സിഡറി വിങ് ആണ് അബാദ് ഇന്റീരിയേഴ്സ് ഉണ്ട്, അബാദ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസസ് ഉണ്ട്, അബാദ് റീറ്റെയിൽ ഉണ്ട്. സോ ഓരോ സെഗ്മെന്റിനും അതിന്റെ സെപ്പറേറ്റ് വെർട്ടിക്കൽസ്, സെസ്റ്റർ കൺസേൺ പോലെ ഓരോ വെർട്ടിക്കൽസിനുണ്ട്. അപ്പോൾ നമ്മുടെ അബാദ് ന്യൂക്ലിയസ് മാൾ ഒക്കെ ഇതിലാണ് വരുന്നത്. അബാദ് ബിൽഡേഴ്സിന്റെ അണ്ടറിലാണ് വരുന്നത്. അബാദ് ബിൽഡേഴ്സിന്റെ അണ്ടറിൽ അബാദ് ന്യൂക്ലിയസ് മാൾ, അബാദ് ബേപ്രൈഡ് മാൾ, ദെൻ അബാദ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസസ്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മിക്കവാറും ബിൽഡേഴ്സിന്റെ പ്രൊജക്റ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന അബാദ് പ്രോപ്പർട്ടി മാനേജ്മെന്റ് സർവീസസ് ആണ്. അതൊരു നമ്മൾ ഓരോ പ്രോജക്റ്റിൽ ചെയ്യുമ്പോഴായിരിക്കും കാണുന്നത്. പിന്നെ ഫോറത്തിലുള്ള ലുലു എല്ലാം മാനേജ് ചെയ്യുന്നത് ഞങ്ങളാണ്. ലുലുയുടെ മിക്കവാറും എല്ലാ റീറ്റെയിൽസും ഞങ്ങളാണ് മാനേജ് ചെയ്യുന്നത്. റീസെന്റ് ഹോസ്പിറ്റൽ സെഗ്മെന്റിലേക്ക് മാറിയിട്ടുണ്ട്. ലേക്ക് ഷോർ ഹോസ്പിറ്റലുണ്ട്. അങ്ങനെ ഹോസ്പിറ്റൽ സെഗ്മെന്റിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്തു. അത് ബിൽഡറുടെ അണ്ടറിലാണ്. ബിൽഡർ ആണെങ്കിൽ എല്ലാം ഒരൊറ്റ ഗ്രൂപ്പ്, അത് അബാദ് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് എല്ലാം കൂടി എല്ലാ ഈ വേർട്ടിക്കൽസും വരുന്നത് അല്ലേ? പിന്നെ ഉണ്ടല്ലേ സാറേ, ഇപ്പോൾ നമ്മൾ അബാദ് ഗ്രൂപ്പിന്റെ ഒരു ജേർണി സാറ് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു സിഗ്നേച്ചർ എന്ന് പറഞ്ഞ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് വരാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അബാദ് ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് സിഗ്നേച്ചർ. അതിന്റെ ലൊക്കേഷൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം കുണ്ടന്നൂർ ജംഗ്ഷനിൽ തന്നെയാണ് ഈ പ്രോജക്റ്റ് ഇരിക്കുന്നത്. നല്ല വാട്ടർ വ്യൂ ഉള്ളൊരു പ്രൊജക്റ്റാണിത്. അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ലൊക്കേഷൻ അഡ്വാൻറ്റേജസ് ഒന്ന് പറയാമോ?
നിയമി സിഗ്നേച്ചർ ഇരിക്കുന്നത് 62 സെൻസ് ഓഫ് ലാൻഡിലാണ് ഇരിക്കുന്നത്. കുണ്ടന്നൂർ ജംഗ്ഷനിലാണ് ഇരിക്കുന്നത്. ശരിക്കും 2 ഹൈവേയുടെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നത്. ഒന്ന് സീപോർട്ട് എയർപോർട്ട് റോഡ് ആൻഡ് പഴയ നാഷണൽ ഹൈവേ, നമ്മുടെ ട്രിവാൻഡ്രം ടു ഡൽഹി വരെ പോകുന്ന നാഷണൽ ഹൈവേയുടെയും ഫ്രണ്ടേജ് ആയിട്ട് വരുന്നതായിട്ടാണ് സിഗ്നേച്ചർ. ഇത് ശരിക്കും 62 സെൻസ് ഓഫ് ലാൻഡിലാണ് ഇത് വരുന്നത്. ആൻഡ് നമ്മൾ കൊടുക്കുന്നത് 31 യൂണിറ്റ്സ് ആണ് ഇതിൽ കൊടുക്കുന്നത്. ഒറ്റ ടവറാണ്. ഒറ്റ ടവറിൽ 2935 സ്ക്വയർ ഫീറ്റിന്റെ 4 ബെഡ്റൂമും ആൻഡ് 3509 സ്ക്വയർ ഫീറ്റിന്റെ 4 ബെഡ്റൂം, അങ്ങനെ 2 4 ബെഡ്റൂംസ് മാത്രമേ കൊടുക്കുന്നത്. 4 BHK മാത്രമേ ഉള്ളൂ. ആൻഡ് വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് വാട്ടർ വ്യൂ ഉണ്ട്, നല്ല വാട്ടർ വ്യൂ ആണ്. വേമ്പനാട്ട് ലേക്കിന്റെ നല്ല ബാക്ക് വാട്ടർ വ്യൂ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സലന്റ് വ്യൂ ആണ്. ആൻഡ് അതർ ഹാൻഡ് നമ്മുടെ മെയിൻ ബാൽക്കണി എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഫോർട്ട് കൊച്ചി സൈഡിലേക്ക് പോകുന്ന ആ കുണ്ടന്നൂർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, അതിന്റെ വ്യൂ എക്സലന്റ്. ആ ബ്രിഡ്ജിൽ നിന്നൊക്കെ കാണാൻ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കും. ശരിക്കും നൈറ്റ് വ്യൂ ഒക്കെ നമുക്ക് ബ്രിഡ്ജിൽ നിന്ന് നന്നായിട്ട് കിട്ടും. പിന്നെ എനിക്ക് തോന്നുന്നത് മെയിൻ ഹോട്ടൽസ് അല്ലേ, ക്രൗൺ പ്ലാസ ഉണ്ട്, ലേ മെറിഡിയൻ ഉണ്ട്, റമദ അടുത്ത് വരുന്നുണ്ട്, ദെൻ ഫോറം മാൾ ഉണ്ട്, മാരിറ്റ് ഹോട്ടൽ ഉണ്ട്. സോ എല്ലാം ക്ലോസ് ബൈ. ആൻഡ് മെട്രോ ഇവിടെ നിന്ന് ഈസി ആക്സസിബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ 5 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്യുള്ളൂ മെട്രോ സ്റ്റേഷനിലേക്ക് 5 മിനിറ്റ്സേ ഉള്ളൂ. ദെൻ തൃപ്പൂണിത്തുറയാണെങ്കിൽ ആക്സസിബിൾ ആണ്. പിന്നെ ഇവിടെ നിന്ന് ഇപ്പോൾ പുതിയ ഹൈവേ വരുന്നുണ്ട്, അങ്കമാലി ടു നെട്ടൂർ വരുന്ന കുണ്ടന്നൂർ ഹൈവേ വരുന്നുണ്ട്, അതിലും ആക്സസിബിൾ ആണ്. സോ ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എടപ്പള്ളി വൈറ്റ്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നെക്സ്റ്റ് ലൊക്കേഷനാണ് ശരിക്കും കുണ്ടന്നൂർ ജംഗ്ഷൻ വരാൻ പോകുന്നത്. കാരണം നമ്മൾ എനിക്ക് തോന്നുന്നത് ഗ്രീൻഫീൽഡ് ഹൈവേ ഒക്കെ വരുമ്പോൾ ഭയങ്കര വ്യത്യാസമായിരിക്കും. കാരണം ആ ഒരു ക്രൗഡ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊജക്റ്റിലേക്ക് വരുന്ന എൻക്വയറി വരുന്ന ക്രൗഡ് തന്നെ ആ ഒരു എന്താണ് ആക്സസിബിലിറ്റി പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം പെട്ടെന്ന് പുറത്തേക്ക് പോകാനായിട്ട് സൗകര്യം നോക്കുന്ന ആൾക്കാർ. ഫോറം മാളൊക്കെ എനിക്ക് 5 മിനിറ്റ് ഇല്ല, അത്ര വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഫോറം മാൾ വാക്കിംഗ് ഡിസ്റ്റൻസ്. അതുപോലെ നമ്മുടെ വളരെ അടുത്ത് തന്നെയാണ്. കാരണം ഓഫീസ് സ്പേസസ് ഉണ്ട് നമ്മുടെ. സോ ഈ ഒരു ഏരിയ ശരിക്കും എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരു വിത്തിൻ 1 ഇയറിന്റെ ഉള്ളിലെ സ്പാനിൽ ശരിക്കും നല്ലൊരു ഡെവലപ്മെന്റ് ഈ ഒരു ഭാഗത്ത് നടക്കുന്നത്. ഇവിടെ നിന്ന് ഇപ്പൊ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു 3 പ്രോജക്റ്റ് വേറെ ചെയ്തിട്ടുണ്ട് നെട്ടൂർ ഭാഗത്ത്. അവിടെയുള്ള ഗ്രോത്ത് യു കാൻ സീ ദാറ്റ്. അത് നമ്മൾ ഒരു 1 ഇയർ മുമ്പ് പോകുന്ന പോലെ അല്ല ഇപ്പോഴത്തെ ഗ്രോത്ത് ആണ്. ഹൈവേ തന്നെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ബെനിഫിറ്റ്സ് എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുള്ള പ്രോജക്ട്സിനും എല്ലാത്തിനും കിട്ടും. ഇപ്പൊ വരാൻ പോകുന്ന എലിവേറ്റഡ് ഹൈവേ ഓൾറെഡി അരൂർ ടു തുറവൂർ എലിവേറ്റഡ് ഹൈവേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ആക്സസ് ഭയങ്കര സ്പീഡാവും. നമുക്ക് ആലപ്പി എന്നുള്ള ആക്സസ് ഭയങ്കര സ്പീഡാവും. എഗെയിൻ എടപ്പള്ളി ടു അരൂർ വരെ പുതിയ എലിവേറ്റഡ് ഹൈവേ ഇനി വരാൻ പോകുന്നുണ്ട്. ഈ കണക്ടിവിറ്റി മാറിയില്ല, ഭയങ്കരമായിട്ട് മാറി. ഇപ്പൊ തന്നെ നമ്മള് എനിക്ക് തോന്നുന്നു തൃശ്ശൂരിൽ നിന്ന് നമ്മൾ കാലിക്കറ്റ് വയനാട് ആ റൂട്ടൊക്കെ പോകുമ്പോൾ കുറേ ബ്രിഡ്ജസ് ഇപ്പൊ ഓപ്പൺ ആയല്ലോ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിട്ട് പോയി വരാൻ പറ്റുന്നുണ്ട്. കാലിക്കറ്റ് പോകുന്ന 100 കിലോമീറ്റേഴ്സ് ഓപ്പൺ ആയി. അതെ, ഓപ്പൺ ആയി. അതുപോലെ ഇപ്പൊ ട്രിവാൻഡ്രം നോക്കുകയാണെങ്കിൽ റീസെന്റ് നമ്മൾ കൊല്ലൊക്കെ പോയപ്പോൾ റോഡിൽ പണി നടക്കുന്നുണ്ട്. പക്ഷെ വൺസ് അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പോയിട്ട് വരാം. 2.5 hours നമുക്ക് എത്താൻ പറ്റും. അത്രയും വൈഡ് ആയിട്ടാണ് വരുന്നത്. ബിസിനസ് ക്ലാസ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിസിനസ് ക്ലാസ്സിന് ഒരു ദിവസം തന്നെ പോയി കമ്മ്യൂട്ട് ചെയ്ത് തിരിച്ച് ബിസിനസ് തീർത്ത് വരാം. സോ അവർക്ക് സെൻട്രലി താമസിക്കും. ഇപ്പോൾ ഒരു കാലിക്കറ്റിലുള്ള ഒരാൾ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നേക്കാളും എളുപ്പം, അല്ല ട്രിവാൻഡ്രത്തുള്ള കാലിക്കറ്റ് പോകുന്നേക്കാളും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള എറണാകുളത്ത് താമസിക്കാം. ആൻഡ് അവർക്ക് പറ്റിയ ആ ബിസിനസ് ക്ലാസ്സിന് പറ്റിയ ഒരു അപ്പാർട്ട്മെന്റ് പ്രോജക്റ്റും ആണ്. കാരണം 4 ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള 4 ബെഡ്റൂമാണ്. റൂംസും എല്ലാ ഫെസിലിറ്റീസും നമ്മൾ അതുപോലെ കൊടുത്താൽ 2 കാർ പാർക്ക് ഫെസിലിറ്റി എല്ലാവർക്കും 2 കാർ പാർക്ക്. ഇപ്പൊ നമ്മൾ ഈ 4 BHK എന്ന് പറയുമ്പോണ്ടല്ലോ സാർ, നമുക്കിതിൽ ഇപ്പം കസ്റ്റമൈസേഷന്റെ എന്തെങ്കിലും ചാൻസസ് ഇപ്പൊ പറ്റുമോ? കസ്റ്റമൈസേഷൻ പ്രൊവിഷൻസ് ഉണ്ട് നമുക്ക്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി സ്ട്രക്ചർ ആയി, നമുക്ക് നല്ല കസ്റ്റമൈസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട്, ഇലക്ട്രിക്കൽ ഓട്ടോമേഷൻ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാം ഇതിൽ ലോഡഡാണ്. ഇനി എനിക്ക് തോന്നുന്നു അഡീഷണൽ കസ്റ്റമൈസേഷന്റെ ഓൺലി ഓപ്ഷൻ ഞാൻ കാണുന്നത് ആകെ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഇലക്ട്രിക്കൽ ഓട്ടോമേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സിഗ്നേച്ചർ പ്രോജക്റ്റിലെ ഒരു നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ് അല്ലേ? അപ്പൊ ഇത് ശരിക്കും നമ്മൾ തന്നെയാണോ ചെയ്തിരിക്കുന്നത്, പുറത്തുനിന്ന് ആരെങ്കിലും ഇന്റീരിയർ ചെയ്ത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ അതിന്റെ ഇന്റീരിയർ ഡിവിഷൻ, അപ്പൊ അതിന്റെ ഇന്റീരിയർ ഡിവിഷനാണ് ഈ മോക്കപ്പ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇന്റീരിയർ ആണ് ഈ ഫുൾ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള മിക്കവാറും ആളുകളുടെ ഇന്റീരിയേഴ്സ് അബാധ തന്നെ. അതായത് ഈ മോക്കപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എടുക്കുന്നവർ മിക്കവാറും നിങ്ങൾക്ക് തന്നെ തരാൻ വഴിയുള്ളൂ. കാരണം അത്രയും ഭംഗിയായിട്ട് നല്ലൊരു കളർ തീം ഒക്കെ കൊടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ടീം, ഡെഡിക്കേറ്റഡ് ടീം നമുക്ക് അതിന് വേണ്ടിയുണ്ട്. ഇന്റീരിയേഴ്സിന് വേണ്ടി. അപ്പൊ അത് നമ്മൾ ശരിക്കും അബാദിന്റെ പ്രോജക്ട്സിന് മാത്രമാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്തേക്കും നമ്മൾ പുറത്ത് ചെയ്യുന്നുണ്ട്? പുറത്ത് മറ്റു ബിൽഡേഴ്സിന്റെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അപ്പൊ അതിന്റെ വർക്കുകൾ നമ്മുടെ മോക്കപ്പ് എല്ലാം ചെയ്യുന്നത് ഇവരായിരിക്കും, ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്. നമ്മുടെ ലോബി ചെയ്യുന്നത് എല്ലാം ഇവർ തന്നെയായിരിക്കും. അപ്പോൾ ആ ടീം തന്നെ മിക്കവാറും കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുകയും ചെയ്യും. കാരണം
കുറച്ചുകൂടി ഈസിയാണ് അവർക്ക്. അതെ അതെ, ബിൽഡറുടെ തന്നെ ടീം ആകുമ്പോൾ ഇലക്ട്രിക്കല് കാര്യങ്ങളെല്ലാം അവർക്ക് കുറെ കൂടെ അറിയാലോ. അതെ അതെ, കുറച്ചുകൂടി കോർഡിനേഷൻ കൂടുതലായിരിക്കും. അതെ, ബിൽഡറുടെ തന്നെ ടീം ആകുമ്പോൾ. യെസ്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് സാർ വരുന്നത്? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 11,900 സ്റ്റാർട്ട് ചെയ്യുന്നത്, per square feet സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അബൌട്ട് 3.9 സ്റ്റാർട്ട് ചെയ്യും 2,935 സ്ക്വയർ ഫീറ്റിന്റെ അപ്പാർട്ട്മെന്റ്. ഇതിൽ 2 കാപ്പാക്ക് മാൻഡേറ്ററി ആണ് എല്ലാവരും. 2 കാപ്പാക്ക് വെച്ച് എല്ലാവരും എടുത്തേ പറ്റുള്ളൂ. ആൻഡ് കാപ്പാക്സിനെല്ലാം ഇൻഡിവിജ്വൽ EV ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു 2017 മുതലുള്ള പ്രോജക്റ്റിൽ നമ്മൾ കൊടുത്തു തുടങ്ങിയാണ് ഇൻഡിവിജ്വൽ EV ചാർജിങ്. അത് ഡയറക്റ്റ്ലി അവരുടെ DB ആയിട്ട് കണക്റ്റഡ് ആണ്. ആൻഡ് എല്ലാ അപ്പാർട്ട്മെന്റും നമ്മൾ വാട്ടർ മീറ്ററിങ് കൊടുക്കുന്നുണ്ട്, ഇൻഡിവിജ്വൽ വാട്ടർ മീറ്ററിങ്. സോ ഇനി ഫ്യൂച്ചറിലേക്ക് വരാവുന്ന വാട്ടർ സ്കേഴ്സിറ്റി കണ്ടിട്ടാണ് നമ്മൾ വാട്ടർ മീറ്ററിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവർ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കൊടുത്താൽ, ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത ആൾക്കാർ വാട്ടർ ബില്ല് പേ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അവർ എത്രയാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച്. ഇതൊക്കെ 2014 മുതൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഒരു അപ്പാർട്ട്മെന്റ് വൈസ് കുറേ അപ്ഗ്രഡേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കയറി വരുന്ന ഡോർ ലോക്ക് മുതൽ അപ്ഗ്രഡേഷനാണ്. ഡോർ ലോക്ക്, നമ്മുടെ DB, നമ്മുടെ സ്വിച്ചസ്, നമ്മുടെ ബാൽക്കണി ഹാൻഡ് റെയിൽസ്, ബാൽക്കണിയിലെ സ്ലൈഡിംഗ് ഡോർസ്, ഇതെല്ലാം മറ്റുള്ള പ്രോജക്റ്റുകളെ ഏറ്റവും ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള. ഇതിനു മുമ്പ് നമ്മൾ ചേരുന്ന അബാദ് ഇൻസ്പിറേഷൻ കൊണ്ട് കലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ അപ്ഗ്രേഡഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ സൗണ്ട് പ്രൂഫ് ഗ്ലാസസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഫുള്ളി സൗണ്ട് പ്രൂഫ് ഗ്ലാസസ് ആണ്. എല്ലാ റൂംസും നമ്മൾ AC ഫിറ്റഡ് ആയിട്ട് കൊടുക്കുന്നത്. ആൻഡ് ഡോസിൽ ഞാൻ പറഞ്ഞ ഡോസിലെ ലോക്സ് എല്ലാം നമുക്ക് തമ്പ്, സ്വൈപ്പ് കാർഡ്, നമ്പർ ലോക്ക്, ഇതെല്ലാം ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അതും അപ്ഗ്രേഡ് ചെയ്യാം, ഫേസ് ഡിറ്റക്ഷനിൽ കൊടുക്കാം. അതായത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വീട് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മളെല്ലാം. കാരണം ഇതുപോലുള്ള അപ്പാർട്ട്മെന്റുകൾ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം ക്രൗഡ് ആയിരിക്കും എടുക്കുന്നത്. അവർക്ക് എന്തെല്ലാം വേണോ അതെല്ലാം ഇതിൽ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മൊബൈലിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ ഡോർ ലോക്ക് തന്നെ മൊബൈലിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ അപ്ഗ്രേഡേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉണ്ടല്ലോ സാറേ, ഇപ്പം നമ്മുടെ ഈ സിഗ്നേച്ചർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, അപ്പോൾ അതൊരു പ്രീമിയം സെഗ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണെന്ന് സാർ പറഞ്ഞല്ലോ. അപ്പോൾ മറ്റ് പ്രോജക്ട്സിൽ നിന്ന് എന്തായിരിക്കും ഇതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചറും നമുക്ക് പറയാൻ പറ്റുന്നത്? നിമി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് 17 ഫ്ലോറാണ്. ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് 17 ഫ്ലോർസ് ആണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തത് ഗ്രൗണ്ട് ഫ്ലോർ പ്ലസ് ഫസ്റ്റ് ഫ്ലോർ നമ്മൾ കാപ്പാക്കായിട്ട് കൊടുക്കുന്നത്. ദെൻ സെക്കൻഡ് ഫ്ലോർ ഓൺവേർഡ്സ് നമുക്ക് ഫ്ലാറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഫ്ലാറ്റ് സെക്കൻഡ് ഫ്ലോറിന്. സെക്കൻഡ് ഫ്ലോർ ടു 17 ഫ്ലോർസിൽ വരെ 31 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. ഈ 31 യൂണിറ്റ്സ് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോഴുള്ള ഒരു വിഷയം വെച്ചാൽ മറ്റുള്ള ബിൽഡേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യൂണിക് ആവുന്നത് വെച്ചാൽ അവർക്കിതൊരു 100 അല്ലെങ്കിൽ 150 അപ്പാർട്ട്മെന്റ് ഇടയിൽ ഒരു അപ്പാർട്ട്മെന്റ് ആണ്. എൻ്റെ 31 എക്സ്ക്ലൂസീവ് കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രമാണ്. മനസ്സിലായില്ലേ? അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള അപ്പാർട്ട്മെന്റ് ആണ്. അത്രയും പ്രീമിയം. ആ 31 ആളുകൾക്ക് മാത്രമുള്ള അമ്യൂണിറ്റീസും ഫെസിലിറ്റീസും നമ്മുടെ ഇവിടെ ഉള്ളത്. എല്ലാ ഫ്ലാറ്റിനും ഞാൻ നേരത്തെ പറഞ്ഞ 2 കാപ്പാക്കുണ്ട്. വ്യൂസ് അതുപോലെയാണ്. നമുക്ക് 360 ഡിഗ്രി വ്യൂ നോക്കിയിട്ടുണ്ടെങ്കിൽ അമേസിങ് വ്യൂസ് ആണ് ഇതിന്റെ മുകളിൽ നോക്കിയിട്ടുള്ളത്. പ്രോപ്പർട്ടിന്റെ അതാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം അല്ലേ. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു അമ്യൂണിറ്റീസിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പം സാർ പറഞ്ഞു ഈ ഒരു 31 അത്രയും പ്രീമിയം ഒരു ക്രൗഡിനെയാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനുള്ള എന്തൊക്കെ അമ്യൂണിറ്റീസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? ഇവിടെ അമ്യൂണിറ്റീസ് ആയിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂള്, ഹെൽത്ത് ക്ലബ്ബ്, റിക്രിയേഷൻ ഏരിയ, ദെൻ നമുക്ക് ഇവിടെ സ്റ്റീം ആൻഡ് സോന കൊടുക്കുന്നുണ്ട്, നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഡബിൾ സീലിംഗ് ആയിട്ട് ലോബിയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതും AC ഫിറ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫ്ലാറ്റ്സിനും നമ്മൾ AC ഫിറ്റഡ് ഫ്ലാറ്റ്സാണ് കൊടുക്കുന്നത്. സ്പ്ലിറ്റ് യൂണിറ്റ് എല്ലാ ഫ്ലാറ്റ്സിനും കൊടുക്കുന്നുണ്ട്. വേണ്ടാത്തവർക്ക് അത് മാറ്റാം, ഓപ്ഷനിലാണ്. അവർക്ക് വേണ്ടെങ്കിൽ മാറ്റാം, അവർക്ക് VRFലേക്ക് മാറാം, VRF മാറാം. ഇറ്റ് ഈസ് അപ് ടു ദം. ഇതല്ല ബിൽഡർ കൊടുക്കുമ്പോഴും അങ്ങനെ കൊടുക്കുന്നത്. ദെൻ ഹാൻഡ് സ്ക്രൂയുടെ CP ഫിറ്റിംഗ്സ് ആണ് കംപ്ലീറ്റ് പോകുന്നത്. വിട്രയുടെയാണ് ബാക്കിയുള്ള ബാത്റൂം ഫിറ്റിംഗ്സ് പോകുന്നത്. ദെൻ പാനസോണിക്കിന്റെ സ്വിച്ചസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് നോർമൽ എല്ലാം അത്രയും പ്രീമിയം ആയിട്ടാണ്. പ്രീമിയം സെഗ്മെന്റ്. ഞാൻ പറഞ്ഞ ഫ്രം ദ ഹിഞ്ചസ് ടു ദ ടൈൽ വരെ നമുക്ക് റീപ്ലേസബിൾ ആണ്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നാൽ അത് മാറ്റി റെക്ടിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ അത് വാറണ്ടി പീരീഡിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇവിടെ എല്ലാം കൊടുക്കുന്നത്. ഒരു കസ്റ്റമർക്ക് ഒരു പേടി വേണ്ട. ആൻഡ് ദേ കൻ കോൾ അവർ ആഫ്റ്റർ സെയിൽ ഡിവിഷൻ. ആഫ്റ്റർ സെയിൽ ഡിവിഷൻ ദേ വിൽ ബി ദെയർ ടു അറ്റൻഡ് ദ കേസസ്. ആൻഡ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്, അബാദിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഫ്റ്റർ സെയിൽസ് ഡിവിഷൻ തന്നെയാണ്. ചില ദേ വിൽ കം ആൻഡ് ദേ വിൽ ഡു ദ എൻറ്റയർ വർക്ക്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ദേ വിൽ ഡു. ഇതിപ്പോൾ ബിൽഡറുടെ എന്തെങ്കിലും ഫോൾട്ട് കൊണ്ട് വന്ന മിസ്റ്റേക്സ് ആണെങ്കിൽ വിൽ റെക്ടിഫൈ ഇറ്റ് വിത്ത് ഫ്രീ ഓഫ് കോസ്റ്റ്. ആൻഡ് എന്തെങ്കിലും ഇപ്പോൾ കസ്റ്റമർക്ക് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് വല്ല ടൈൽ പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ വിൽ കം ആൻഡ് ഡൂ ദ വർക്ക്. കാരണം ഇന്ന് വർക്കർ കിട്ടാനേ പാട്. അപ്പോൾ നമ്മുടെ ടീം വന്നാൽ അവർ വർക്ക് ചെയ്യും, അതിനുള്ള പേയ്മെന്റ് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിൽ ഡൂ ദാറ്റ്. നമുക്ക് ആൾക്കാരുണ്ട്, എപ്പോഴും എല്ലാത്തിനും ആൾക്കാരുണ്ട് ഇവിടെ. ആൻഡ് കോമൺ ആയിട്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് ഗാർഡൻസ് ആവശ്യത്തിന് ലാൻഡ്സ്കേപ്പ് ഗാർഡൻ ഉണ്ട്, വിസിറ്റേഴ്സ് പാർക്കിംഗ് ഉണ്ട്. ആൻഡ് അത്യാവശ്യം നല്ലൊരു വാക്ക് വേ പോലെ ഓൾറൗണ്ട് ഉണ്ട് നമുക്കിവിടെ ഏരിയ ഉണ്ട്.
ശരിക്കും ആ ഒരു പ്രീമിയം ക്രൗഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ ചെയ്തു. ഹൈവേന്ന് ജസ്റ്റ് പുറത്തേക്ക് ഒരു 40 ലക്ഷം രൂപ പെർസെന്റ് വാല്യൂ വരുന്ന ഒരു ലൊക്കേഷനിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നേരെ സപ്പോർട്ട് ചെയ്യണ നാഷണൽ ഹൈവേയിലേക്കാണ്. പിന്നെ UDS അങ്ങനെയാകുമ്പോൾ നമുക്ക് കൂടുതലാണ്. UDS പെർ ഫ്ലാറ്റ് എനിക്ക് 2 സെന്റ്സിന് മുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട്. 62 സെന്റ്സ് 31 യൂണിറ്റ്സ് ജസ്റ്റ് മൾട്ടിപ്ലൈ. കാരണം ഏതാണ്ട് 2 ഫ്ലാറ്റും ഏകദേശം തുല്യമായിട്ട് വരുന്നതാണ്. ഒരു 2 സെന്റ്സിന് മുകളിൽ എല്ലാവർക്കും ശരിക്കും ഇവിടെ താമസിക്കുന്ന ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഒന്ന് കാലെടുത്ത് പുറത്തു വെച്ചാൽ ചുറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട്. മാൾസിലേക്ക് നടന്നു പോവാം, ഹൈവേയിലേക്ക് നടന്നു പോവാം, ഹോട്ടൽസ്, മോൾസ്, ദെൻ ഹോസ്പിറ്റൽസ്, സൂപ്പർ മാർക്കറ്റ്സ്, എനിത്തിങ്, സ്കൂൾസ്, SH സ്കൂള്, ഗ്രിഗോറിയൻ തൊട്ടടുത്തുണ്ട്. ഗ്ലോബലിലേക്ക് പോകാനായിട്ട് ചോയ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നിന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊജക്ടിന്റെ ഒരു വേറൊരു ഹൈലൈറ്റ്സ് ആണ്. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നത് MS ഹാൻഡ് റെയിൽസ് ആണ് കംപ്ലീറ്റ്ലി ബാൽക്കണി എല്ലാം നമ്മൾ പറഞ്ഞിരുന്നത്. അത് നമ്മുടെ MD അത് അപ്ഗ്രേഡ് ചെയ്ത് ലിവിങ് ആൻഡ് ഡൈനിങ്ങിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാൻഡ്വിച്ച് ഗ്ലാസസ് ആണ് കൊടുത്തേക്കുന്നത്, ബാൽക്കണിക്ക് വേണ്ടി കൊടുത്തേക്കുന്നത്. അത് കൂടാതെ നമ്മളിവിടെ കൊടുക്കുന്ന 24.5 kVയുടെ സോളാറാണ് കൊടുത്തേക്കുന്നത്. അറൗണ്ട് 25,000 to 30,000 രൂപ കോമൺ ഏരിയ ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് കുറവ് വരും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ചാർജിൽ അത് കുറവായിരിക്കും കിട്ടുന്നത്. ഇത് കൂടാതെ ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത അപ്ഗ്രേഡേഷൻ വെച്ചാൽ നമ്മൾ 5 kV ബാക്കപ്പ് ഉണ്ട്, ജനറേറ്റർ ബാക്കപ്പ് ഉണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു 100% ബാക്കപ്പ് പോലെ തന്നെ വരും. അത് ശരിക്കും പറഞ്ഞാൽ ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെന്റിന് 5 kV അതൊക്കെ വളരെ റെയറാണ് കൊടുക്കുന്നത്. നമ്മുടെ ലിഫ്റ്റ് സ്പീഡ് 2.5 ആണ്. 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ലിഫ്റ്റ് സ്പീഡ്. അപ്ഗ്രേഡേഷൻ ആണ്. ഹൈ വാൾ ലിഫ്റ്റ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് കൂടി നോർമൽ ലിഫ്റ്റിനേക്കാൾ ഹൈറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ അപ്പാർട്ട്മെന്റിന് ജനറേറ്റർ ബാക്കപ്പ് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, ഇത് ഇൻഡിവിജ്വൽ ഫ്ലാറ്റ്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഫ്ലാറ്റ്സിന് ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെന്റിന് നമ്മൾ കൊടുത്തേക്കുന്നത് 5 kV ആണ്. അപ്പോൾ അതായത് 3 ബെഡ്റൂം ഇലക്ട്രിസിറ്റി പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ 3 ബെഡ്റൂം മിനിമം AC നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ള നോർമലി എല്ലായിടത്തും കൊടുക്കുന്ന ഒരു 1,500 അല്ലെങ്കിൽ 2,000 അത്രയൊക്കെ കൊടുക്കുള്ളൂ, മാക്സിമം കൊടുക്കുള്ളൂ. സോ ഈ 100% എന്ന് പറഞ്ഞ ആളുകൾ കൊടുക്കുന്നത് ഈ 2,000-2,500 kV ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിത് 5,000 kV നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ? പിന്നീടല്ലേ സാറേ, ഇതൊരു മാൻഡേറ്ററി ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ചോദിക്കുന്നതാണ്. എനിക്കറിയാം നമ്മളെല്ലാ ലീഗലും എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാ അപ്രൂവൽസ് എടുത്ത് ചെയ്യുന്ന ഒരു ബിൽഡറാണ്. കാരണം അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ എന്താ പറയുക ഇത്രയും സക്സസ്ഫുള്ളി നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലീഗൽ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ലീഗൽ എന്ന് വെച്ചാൽ നമ്മളിത് എല്ലാ ബാങ്കുകളും അപ്രൂവ്ഡ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. എല്ലാ ബാങ്കുകളും അതിന് മുകളിൽ എന്ന് പറഞ്ഞാൽ റെയർ അപ്രൂവ്ഡ് പ്രോജക്റ്റ് ആണ്. ഇപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും നോക്കാനില്ല. റെയർ അപ്രൂവൽ ഉണ്ട്, കസ്റ്റമർ ഈസ് ഹാപ്പി. കാരണം അത്രയും പാരാമീറ്റേഴ്സ് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് റെയർ അപ്രൂവൽ തരുന്നത്. ഇന്നത്തെ അപ്രൂവൽ കിട്ടാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1-3 months എടുക്കുന്നുണ്ട്. കാരണം അത്രയും സ്ക്രൂട്ടിനി അവർ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പല പ്രോജക്ട്സും 8 months ഒക്കെ എടുത്തിട്ടൊക്കെയാണ്. നല്ലോണം പഴയ പോലെ ജസ്റ്റ് സൈൻ ചെയ്ത് പോകുന്നതല്ല, ഫുൾ ക്രോസ് ചെക്ക് ചെയ്ത് ഓരോ പാരാമീറ്റേഴ്സും നോക്കി തന്നെ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം റെയർ അപ്രൂവ്ഡ് പ്രോജക്റ്റാണ് ദേ ക്യാൻ ഗോ അഹെഡ്. അതെ, അതുപോലെ നമുക്ക് ഇതിന്റെ ഒരു ഹാൻഡിംഗ് ഓവർ എപ്പോഴത്തേക്കായിരിക്കും? നമ്മൾ ഹാൻഡ് ഓവർ പ്ലാൻ ചെയ്യുന്നത് ബൈ March of 2026. ഈ വരുന്ന നെക്സ്റ്റ് മന്ത് എൻ്റെയോടുകൂടി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്. ആസ് ഐ സെഡ് 31 യൂണിറ്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ യൂണിക് സ്പെഷ്യാലിറ്റി വെച്ച് ഇൻഡിവിജ്വൽ ഹാൻഡ് ഓവർ ആയിരിക്കും ഓരോ കസ്റ്റമേഴ്സിനും. നമുക്ക് ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് യൂണിറ്റ്സും കൂടി കൊടുക്കാനുള്ളൂ അല്ല, കുറച്ച് യൂണിറ്റ് കൂടി കൊടുക്കാനുള്ളൂ. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിലായി, ഹാൻഡിംഗ് ഓവർ സ്റ്റേജിലായി അല്ലേ? അതെ. വളരെ കുറച്ച് യൂണിറ്റ്സേ കാണത്തുള്ളൂ. വളരെ കുറച്ച് യൂണിറ്റ് ഉണ്ട്. പക്ഷേ വന്നു കഴിഞ്ഞാൽ അവർക്ക് സെലക്ട് ചെയ്യാവുന്ന പുതിയ ബയേഴ്സിന് സെലക്ട് ചെയ്യാവുന്ന യൂണിറ്റ്സ് ഇതിലുണ്ട്. ഇപ്പോൾ 3,500 സ്ക്വയർ ഫീറ്റിൻ്റെതും 2,935 സ്ക്വയർ ഫീറ്റിൻ്റെ ഫ്ലാറ്റ്സ് നമുക്ക് അവൈലബിൾ ഉണ്ട്. രണ്ടും അവൈലബിൾ അല്ലേ? ഞാൻ ഈ ബിൽഡേഴ്സിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കാലം തൊട്ട് ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ്, ഒരു ലൊക്കേഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു ആദ്യം അബാദിന്റെ പ്രൊജക്ട്സ് ആണ് വരാറുള്ളത്. എനിക്ക് തോന്നുന്നു തൃപ്പൂണിത്തറ, കാക്കനാട് അല്ലെ, നെട്ടൂര്, ഇവിടെയൊക്കെ ആദ്യം നോക്കുമ്പോൾ അബാദിന്റെ പ്രൊജക്റ്റാണ്. പിന്നെയാണ് മറ്റ് മെയിൻ ബിൽഡേഴ്സ് എല്ലാവരും ആ ഒരു ഏരിയയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 2026 എന്തൊക്കെയാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ, അല്ലെങ്കിൽ പുതിയ ഇപ്പം ലോഞ്ചുകൾ വളരെ ഇമ്മീഡിയറ്റ്ലി വരുന്നുണ്ടോ? ഈ വർഷത്തെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് സാറിന് പറയാമോ? നിമി പറഞ്ഞ കറക്റ്റാണ്. ചില എല്ലാ ലൊക്കേഷനുകളിലും ഫസ്റ്റ് കമർ എന്നുള്ളൊരു നെയിം നമുക്കുണ്ട്. ഇപ്പം ആലുവ ആണെങ്കിലും നമ്മൾ കളമശ്ശേരി ആണെങ്കിൽ, നെട്ടൂരാണെങ്കിൽ, തൃപ്പൂണിത്തുറ ആണെങ്കിൽ, ആൻഡ് ഇന്നും കുറച്ച് പേര് മാത്രം കണ്ടത് കിഴക്കമ്പലം ഭാഗത്ത് വരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കിഴക്കമ്പലത്താണെങ്കിലും എല്ലാം നമ്മളൊരു ഫസ്റ്റ് കമ്മറാണ് ശരിക്കും പറഞ്ഞാൽ. ഫസ്റ്റ് കമ്മർ നമ്മൾ എൻട്രി ചെയ്തതിന് ശേഷമാണ് മറ്റുള്ള ബിൽഡേഴ്സ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എൻട്രി എടുക്കുന്നവർക്കുള്ള ബെനിഫിറ്റ്സ് എന്തായാലും കസ്റ്റമേഴ്സിനുണ്ട്. ആൻഡ്
സെയിം ലൈക്ക് നമ്മൾ ഇനി പുതിയൊരു ലൊക്കേഷൻ ഇപ്പോൾ ഈ അടുത്ത് വരാൻ പോകുന്നുണ്ട്. അതും ഒരു ഫസ്റ്റ് എൻട്രി ആയിരിക്കും ഒരു ബിൽഡർ സെഗ്മെന്റ് നിന്ന് വരുന്നത് വിത്ത് എ പ്രീമിയം ബിൽഡിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു എന്താണ് ടോപ്പ് നോച്ച് പ്രൊജക്റ്റുമായിട്ടാണ് നമ്മൾ വരാൻ പോകുന്നത്. വിച്ച് വിൽ ബി നിയർ ടു മറൈൻ ഡ്രൈവ് ആൻഡ് ഓൾ ആയിരിക്കും വിത്ത് എ വാട്ടർ വ്യൂ. എക്സലന്റ് പ്രോജക്റ്റ് ആയിരിക്കും വരാൻ വിത്ത് ഹ്യൂജ് അപ്പാർട്ട്മെന്റ്സ്, 4 bedrooms and 3 bedrooms ആ രീതിയിൽ. ഇപ്പോൾ കൊച്ചി ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരുന്ന അതേപോലെ തന്നെ നമ്മളും അല്ലേ പുതിയ പുതിയ പ്രോജക്ട്സും ആ ഗ്രോത്ത് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. എവിടെയാണ് അടുത്ത ഗ്രോത്ത് വരുന്നുള്ളത്. ഡെഫിനറ്റ്ലി നമ്മുടെ ബാക്കിൽ ബാക്കിയുള്ള ബിൽഡേഴ്സും വരുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ടേക്ക് ഉണിച്ചിറ ലൊക്കേഷൻ 2017 വരെ അധികം ടാപ്പ് ചെയ്യാത്തൊരു ലൊക്കേഷൻ ആയിരുന്നു. നല്ലൊരു റോഡും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാവരും ലാൻഡ് നോക്കിയിരുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്കാണ് അവിടെ ഫസ്റ്റ് ലോട്ട് കിട്ടി. ഞങ്ങൾ വി സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ദിയർ ഒയാസിസ് എന്ന് പറഞ്ഞിട്ട് വി ഹാൻഡ് ഓവർ ഓൺ 2020. അവിടെ ആ പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത് ശരിക്കും റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള മാസ് പ്രോജക്റ്റ് ആയിരുന്നു അത്. അതിൻ്റെ ബുക്കിങ്ങും ഫാസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കുറേ കസ്റ്റമേഴ്സ്, കാരണം അതിൽ എൻക്വയറി ചെയ്തവർക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറേ ബിൽഡേഴ്സ് ഉണ്ട്. കുറേ ബിൽഡേഴ്സ് ഉണ്ട്. ഞങ്ങൾ ഒരെണ്ണം കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ ഒരു ലക്ഷറി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഞങ്ങൾ പറയാൻ ദോസ് ഹു മിസ് ഔട്ട് അവർ ഓയസിസ് ദേ കൻ കം ടു ലക്ഷറി. അവൈലബിലിറ്റി ഉണ്ടോ നമുക്ക്? അവിടെ ഇപ്പൊ ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ 88 യൂണിറ്റ്സ് ആണ്, 87 സെന്റ്സ് ഓഫ് ലാൻഡിൽ. അവിടെ 3 bedroom മാത്രം. അത് ഞങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് 3 bedroom മാത്രം. ഒരു ഫ്ലോറിൽ 4 ഫ്ലാറ്റ് വെച്ചിട്ട് സിമിലർ വേ തന്നെ നമ്മളിപ്പോ ഈ സിഗ്നേച്ചർ ഇപ്പൊ ഹാൻഡ് ഓവർ ചെയ്ത സെയിം സെഗ്മെന്റ് തന്നെ ഓരോണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട സ്റ്റേഡിയം ലിങ്ക് റോഡിൽ മാഗ്നിഫിഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ഗ്രൗണ്ട് നമ്മുടെ 10th floor എത്തിയത്. അവിടെ നമുക്ക് വി ഹാവ് ആൻ ഓപ്ഷൻ ഓഫ് 3 കാർ പാർക്സിന്റെ പ്രൊവിഷൻ വരെ നമുക്ക് പോവാം. കാർ പാർക്കാണ് ഒരു വലിയൊരു മിക്ക ആൾക്കും 2 കാർ പാർക്ക്. 2 കാർ പാർക്ക് ഇപ്പോൾ ഒരു നോർമൽ ഫാമിലിയിലായി തുടങ്ങി. കാർ പാർക്ക് 3 അല്ലെങ്കിൽ 4 പേരൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട് മാഗ്നിഫിഷ്യനിൽ. ഇപ്പം സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വെച്ചാൽ ഇപ്പം നമ്മൾ രണ്ടുപേരും ഒത്തിരി വർഷമായിട്ട് കൊച്ചി റിയൽ എസ്റ്റേറ്റിലുള്ളൊരു ആൾക്കാരാണ് അല്ലേ? ഇപ്പം എന്നെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് സാറിനുണ്ട് ഈ ഫീൽഡിൽ. ഇപ്പോൾ കൊച്ചിയുടെ ഒരു ഗ്രോത്തിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഫ്യൂച്ചർ കൊച്ചി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും കേരളത്തിലേക്ക് കുറേ ആളുകൾ, പുറത്തുള്ള കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് എനിക്കുണ്ടായിരുന്നു. ഒരു നേവൽ ഓഫീസറായിട്ടായിരുന്നു, നേവൽ സീനിയർ ഓഫീസറായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ അവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ പുള്ളി പറയണത് കൊച്ചി മലയാളികൾ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തിലേക്ക് വരുന്നത്. കാരണം നോർത്ത് ഇന്ത്യൻസ് ഈ ശരിക്കും നേവിയിലേക്കുള്ള സദേൺ നേവൽ കമാൻഡിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സിനും കൊച്ചിയിൽ ദേ ഹാവ് ടു ഹാവ് എ അക്കാഡമിക് ഇയർ. 1 വർഷം 2 വർഷം ഇവിടെ വരേണ്ടി വരും. ഇവരെല്ലാം ശരിക്കും കേരളം ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, വന്ന് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആൻഡ് അതിലൊരു 40 to 50% ആൾക്കാരും ഇവിടെ താമസിക്കാൻ പ്രിഫർ ചെയ്യുന്ന ആളുകളാണ്. അൺഫോർച്ചുനേറ്റ്ലി അവരുടെ ഫാമിലിയുടെ പ്രഷേഴ്സ് കാരണം തിരിച്ചു പോകുന്നവരാണ് കുറേ ഭൂരിഭാഗം. പക്ഷെ അതിൽ കുറച്ചുപേർ ഇവിടെ തങ്ങുന്നുണ്ട്. ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് അതുപോലെ തമിഴ് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ കൊച്ചി ഒരു അത്യാവശ്യം നല്ല സിറ്റിയാണ്. മറ്റുള്ള സിറ്റികളുടെ അത്ര തിക്കും തിരക്കും ബഹളവും ഇല്ല. എന്നാൽ അവിടെ കിട്ടുന്ന അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. കോസ്റ്റ് ഓഫ് ലിവിങ് നമുക്ക് ഭയങ്കര കുറവാണ്. പിന്നെ പല വെറൈറ്റി ഓഫ് ഫുഡ് ഓപ്ഷൻസ്. ഞാൻ ആ പുള്ളിയുടെ വേർഡിങ് തന്നെ എടുക്കുന്നത്. പുള്ളി വെച്ചാൽ ഇഫ് യു ആർ ഗോയിങ് ടു ബാംഗ്ലൂർ ഭയങ്കര തിരക്കാണ്. ഇഫ് യു ആർ ഗോയിങ് ടു ഹൈദരാബാദ് നല്ല പൊടി ഡസ്റ്റി ആയിട്ടുള്ള ഏരിയയാണ്. പൂനെ ആണെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ്. സോ ഇവിടെ ആകുമ്പോൾ ഒരു ഗ്രീനി ആൻഡ് കുറച്ചും കൂടി എന്താ പറയുക ഒരു കാമാണ് ആളുകൾക്ക് താമസിക്കാനായിട്ട്. ആൻഡ് വി പ്രിഫർ, കാരണം വി ട്രാവൽ എ ലോട്ട് എന്ന് അവർ പറഞ്ഞു. വി ട്രാവൽ എ ലോട്ട് അക്രോസ് ഇന്ത്യ. സോ ഞങ്ങൾക്ക് അറിയാം എവിടെ ബെസ്റ്റ് എന്നുള്ളത്. സോ കൊച്ചി ഈസ് ദ ബെസ്റ്റ്, കേരളം ഈസ് ദ ബെസ്റ്റ്. ആൻഡ് കേരളത്തിൽ കൊച്ചിയാണ് ഒരു മോസ്റ്റ് പ്രിഫേർഡ്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സെൻറ്റർ ഓഫ് കേരള. എനിവേർ ദേ ക്യാൻ മൂവ്. ഇപ്പോൾ ഈവൻ കായംകുളത്തുള്ള ഒരാൾക്കാണെങ്കിലും ഇവിടെ താമസിക്കാം, കാലിക്കറ്റുള്ള ആൾക്കാർ താമസിക്കാം. ഇപ്പോൾ പുതിയ റോഡ്സ് വരുന്നതുകൊണ്ട് ഈ കമ്മ്യൂട്ട് ചെയ്യണ ശരിക്കും പറഞ്ഞാൽ 3 മണിക്കൂറിൽ അങ്ങോട്ട് ഇവിടെ പോകാം. വന്ദേ ഭാരത് എങ്ങനെ 2.5 hours പോകാം. സോ ഇത്രയും സൗകര്യങ്ങൾ ഇവിടെ അല്ലാതെ വേറെ എവിടെയും കിട്ടില്ല. അപ്പോൾ സാറേ ഒരുപാട് സന്തോഷം. നമ്മൾ ഇത്ര വർഷമായിട്ട് അറിയാമെന്നുണ്ടെങ്കിലും ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇപ്പോഴാണ് നമുക്കൊരു വ്ലോഗായിട്ട് ഇരിക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വ്ലോഗിങ് ജേർണിയിൽ ഒരു ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന്. കാരണം അബാദ് പോലത്തെ ഒരു ബിൽഡർ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലാണെങ്കിലും നമ്മൾ ഈ ഒരു വ്ലോഗിലൂടെ നമുക്ക് ആവശ്യത്തിന് സെയിലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അതുപോലെ പുതിയ പ്രോജക്ട്സ് ലോഞ്ച് ചെയ്യുമ്പോഴും നമുക്കിതുപോലെ വ്ലോഗായിട്ട് ഇരിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ യുവർ ടൈം. താങ്ക് യു നിമി. താങ്ക് യു. അതുപോലെ പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ നമുക്ക് ഇതുപോലെ അസോസിയേറ്റ് ചെയ്യാം. ആൻഡ് നിങ്ങളായിട്ട് ഇങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയത് തന്നെ പ്ലഷർ ആക്ച്വലി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു.